പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ 8 ഭാഗ്യങ്ങളെക്കുറിച്ചാണ്. അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ ഒന്നാമത്തതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥയെ സംബന്ധിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള ഒന്നാണ് ഈ കർത്താവിന്റെ മലയിലെ പ്രസംഗം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഏറ്റവും അധികം സ്വാധീനിച്ചു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് മലയിലെ പ്രസംഗം, ബിയാറ്റിറ്റ്യൂഡ്സ്. ഇപ്പൊ യേശു പറയുകയാണ്, അതിനകത്ത് 8 ഭാഗ്യങ്ങളാണുള്ളത്. 8 ഭാഗ്യങ്ങൾ, അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ 8 ഭാഗ്യങ്ങളാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഇത് ദൈവത്തിന്റെ സ്വഭാവവുമായിട്ട് നമ്മളെ താതാത്മ്യപ്പെടുത്തുവാനാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ താഴ്മയെക്കുറിച്ച് പഠിക്കാം. താഴ്മ നമുക്കെല്ലാം അറിയാം. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് താഴ്മ. താഴ്മയെക്കുറിച്ച് നമ്മൾ ധാരാളം പ്രസംഗം കേട്ടിട്ടുണ്ട്. ഹായ്, താങ്ക് യു വർഗീസ് തോമസ്, അലക്സി മുല്ലുള, മൈലക്കാട്ട് ജോമോൻ, ഷാജി ബെന്നി, പോൾ സി മാണി, റേ ഗ്രേസ്, അനൂപ് ജോർജ്, സുനിൽ കോശി, വിനു ജോസഫ്, സാം കല്ലിയൂർ, ലിജു കെ രാജ്, മനോജ് വർഗീസ്, നെപ്പോളിയൻ തൃശൂർ, പുത്തൻവീട് സിബി, നിഖിൽ സിംഗ്, എസ് മത്തായി, സാമുൽ എൽഡോ, റെനിൽ ജോൺ കുളത്തൂപ്പുഴ. താങ്ക് യു. അപ്പം മീക്ക് സൗമ്യത, ഹംബിൾ താഴ്മ, ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ കാണുന്നത്. 2 വാക്കാണ്. താഴ്മയെന്നും കാണാം, സൗമ്യതയെന്നും കാണാം. ഗ്രീക്ക് ഭാഷ പറഞ്ഞാൽ പ്രാവൂസ് എന്ന് പറഞ്ഞാൽ സൗമ്യത. ടെപ്പേനോസ് എന്ന് പറഞ്ഞാൽ താഴ്മ. ഇപ്പൊ താഴ്മയും സൗമ്യതയും. പിന്നെ ഇത് എന്താണ്? ഒരു ദാഹിച്ച് വലഞ്ഞ ഒരു മനുഷ്യൻ, പക്ഷെ ഒരു പുഴ അതുവഴി ഒഴുകുന്നുണ്ട്. ഇയാൾ കുനിയാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഇയാൾ ദാഹിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കുനിയുമ്പോൾ അയാളുടെ ദാഹം മാറും. അപ്പം അയാളുടെ ദാഹം മാറ്റാനുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. ഇതാണ് യേശു പഠിപ്പിച്ച ഒരു ആത്മീയ സത്യം. താഴുവാൻ തയ്യാറാവുക, കുനിയുവാൻ തയ്യാറാവുക, കുമ്പിടുവാൻ തയ്യാറാവുക. ഇതാണ് ഈ വലിയ നോയമ്പിൽ ഏറ്റവും അധികമായി കുമ്പിട്ട് ആരാധിക്കുന്നു. നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. അപ്പൊ ഏറ്റവും താഴ്മയാണ് നമ്മുടെ ഉയർച്ചയുടെ അല്ലെങ്കിൽ നമ്മുടെ ദാഹം പോറ്റുന്നതിൻ്റെ ഒരു കാരണം. ഒരിക്കല് ഒരു ഗുരുവിനെ കാണാൻ ചെന്ന വ്യക്തിയോട് ഈ ഗുരു പറഞ്ഞു, നീ സ്വയം ശൂന്യനാക്ക്, എംപ്റ്റി യുവർ സെൽഫ്. കാരണം അനാവശ്യ ചിന്തകളും ഭാരങ്ങളും ധാരണകളും ഭാവങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ എല്ലാ അകത്ത്, ഒരുപാട് വിഴുപ്പ് ഭാണ്ഡങ്ങൾ. ഇതെല്ലാം കളഞ്ഞിട്ട് എംപ്റ്റി ആക്കാൻ പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ എന്ന ഭാവം, ഇതൊക്കെ കളയുക. നമ്മുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഈ ശിഷ്യൻ ഇങ്ങനെ പോയി കുറേ നാളത്തെ പരിശീലനങ്ങൾക്കെല്ലാം ശേഷം എല്ലാം മനസ്സും ശാന്തമാക്കി, ശുദ്ധമാക്കി, എല്ലാം ശൂന്യമാക്കി. എന്നിട്ട് ഈ ഗുരുവിനെ വന്ന് കണ്ടു. ഗുരുവിനോട് പറഞ്ഞു, ഗുരു, now I am empty. ഇപ്പൊ ദാ ഞാൻ എംപ്റ്റിയാണ്. ഗുരു പറഞ്ഞു, no, now you must throw
ദാറ്റ് എംപ്റ്റിനെസ്. ഇപ്പം നീ ആ ശൂന്യതയെ കൂടെ എന്ത് ചെയ്യണം? കളയണം. ഞാൻ ശൂന്യനാണ്, പക്ഷെ നീ ആ ശൂന്യതയെ കൂടെ കളയണം. അപ്പം അതെങ്ങനെയാണ് കളയുന്നത്? കാരണം നൗ ഐ ആം എംപ്റ്റി. ഇപ്പോൾ ഞാൻ ആരാണ്? ഇപ്പോൾ ഞാൻ ശൂന്യനാണ്. അപ്പോ ഐ ആം എ ഹംബിൾ പേഴ്സൺ. ഐ ആം എ ഹംബിൾ പേഴ്സൺ. അങ്ങനെ ഒരാൾക്കും പറയാൻ കഴിയത്തില്ല. കാരണം ഐ ആം എ ഹംബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാ? ഐ എന്നതിലാണ്. അപ്പൊ ഐ എന്നതുള്ളിടത്തോളം കാലം ആള് ഹംബിൾ അല്ല. അപ്പൊ നമ്മൾ ഒത്തിരി ആളുകളെ കാണും, ഞാനൊരു എളിയ ദാസനാണ്, അല്ലെ താഴ്മയുള്ള ദാസനാണ്. അപ്പൊ നമ്മൾ ഈ താഴ്മയുടേതായിട്ടുള്ള പല ഭാവഹാദികളും കാണിക്കാനും, അപ്പൊ നമ്മൾ എങ്ങനെയാണ് താഴ്മയുള്ള? ഐ ആം ഹംബിൾ പേഴ്സൺ. അപ്പൊ ആ ഐ വരുന്നതോടുകൂടെ അവിടെ താഴ്മയില്ല, സ്വയമാണ്, സെൽഫ് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ആ സെൽഫാണ്, നമ്മളാണ്. അപ്പൊ നമ്മളിതേക്കുറിച്ച് ആകുല ചിത്തരാകുന്നിടത്തോളം കാലം നമുക്ക് ആത്മീയതയിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഇപ്പൊ കണ്ടെത്താൻ കഴിയുന്ന ആ സത്യം നമ്മുടെ തൊട്ടടുത്തുണ്ട്, പക്ഷെ നമ്മൾ ആത്മാവിൽ ദരിദ്രരല്ല. ഇതാണ് യേശു പഠിപ്പിക്കുന്നത്. യേശു പറയാണ് സെൽഫ്. അപ്പൊ ഐ ആം ഹംബിൾ. എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു, എല്ലാം ശുദ്ധമാക്കി, എല്ലാം ശൂന്യമാക്കി. അപ്പൊ പറയാണ് ഐ ആം ഹംബിൾ. ഇപ്പോൾ ഞാൻ ആരാണ്? ഞാൻ ഹംബിളാണ്. കണ്ടോ? ഇങ്ങോട്ട് നോക്ക്. എന്നെ പോലൊരു ഹംബിളായ ആളെ കണ്ടിട്ടുണ്ടോ? ഞാനാണ് ഹംബിൾ, മിസ്റ്റർ ഹംബിൾ. ഇതാ വലിയൊരു ദുരന്തമാണ്. അപ്പൊ ഈ ദുരന്തമാണ് ആത്മീയ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ താഴ്മയ്ക്ക് വേണ്ടി, താഴ്മ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ഓരോന്ന് കെട്ടിക്കൂട്ടുന്നു, അവസാനം താഴ്മയാണെന്ന് സ്വയം അവകാശപ്പെടുന്നു. വലിയൊരു ദുരന്തമായി അവസാനിക്കുന്നു. അപ്പൊ ആ ശൂന്യതയെ കൂടെ നീ ഒന്ന് കള, നിന്റെ അവകാശവാദത്തെ. അപ്പൊ ഐ എന്ന ആ സംഗതിയാണ്. അതിനെ എങ്ങനെയാണ് വെട്ടിക്കളയുന്നത്? ഇത് നിൽക്കുകയാണല്ലോ ഞാൻ. അപ്പൊ ഈ നെഗേഷൻ ഓഫ് സെൽഫ്, ഈ ഐയെ എന്ത് ചെയ്യണം? ഇങ്ങനെ വെട്ടണം. അപ്പം ഐയെ ഇങ്ങനെ വെട്ടുന്നതാണ് കുരിശ്. കണ്ടോ? അതാണ് നമ്മളവിടെ കാണുന്ന കുരിശിൽ. ഇതാണ് താൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. സ്വയം ത്യജിക്കാതെ ഒരുവരും എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ എന്താണ് ഈ സ്വയം ത്യജിക്കുന്നത്? ഇപ്പൊ സ്വയം ത്യജിക്കുന്നത് കൊണ്ട് സ്വയത്തെ ത്യജിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് തെറ്റിദ്ധാരണ വരും. ഇപ്പോൾ ഒരാൾക്ക് നല്ല ബാങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, 70,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ജോലി രാജിവെച്ചു, എന്നിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അയാള് ജോലി രാജിവെച്ചൊരു വൈകുന്നേരം അവിടെ നിന്ന് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലത്തെ സുവിശേഷ യോഗത്തിൽ പോയി പ്രസംഗിച്ചു. എനിക്ക് 70,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കർത്താവിനെ പ്രതി, ആ ദൈവരാജ്യത്തെ പ്രതി ആ ജോലി രാജിവെച്ചിരിക്കുന്നു. അപ്പൊ ആളുകളെല്ലാം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എത്രയോ ത്യാഗപരമായ കാര്യം, ദൈവരാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചിരിക്കും. അടുത്ത മീറ്റിങ്ങിലും അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ജോലി രാജിട്ട് ഇപ്പൊ 16 വർഷം കഴിഞ്ഞു. ഇന്നലത്തെ മീറ്റിങ്ങിലും പറഞ്ഞു, ഞാൻ 16 വർഷം മുമ്പ് ജോലി രാജിവെച്ചിരിക്കുന്നു. ജോലി രാജിവെച്ചു എന്നുള്ളതല്ലാതെ ആ ജോലി അയാളിൽ നിന്ന് പോയിട്ടില്ല. സ്വയം ത്യജിച്ചു, പക്ഷെ സ്വയത്തെ ത്യജിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെൽഫ് ഡിനയൽ ഹാസ് ഹാപ്പൻഡ്. ഡിനയൽ ഓഫ് സെൽഫ്. അപ്പൊ സെൽഫ് ഡിനയലും ഉണ്ട്, ഡിനയൽ ഓഫ് സെൽഫും ഉണ്ട്.
ഇപ്പൊ സെൽഫ് ഡിനയലാണ് പലപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ആ ആൾ അത് ചെയ്തു, ഇത് ചെയ്തു, ആ നഷ്ടം വരുത്തി, ഈ നഷ്ടം വരുത്തി, അങ്ങനെയാണ് ഇങ്ങനെ. ഡിനയൽ ഓഫ് സെൽഫ്. അതാണ് നമ്മൾക്ക് അവകാശപ്പെടാനൊന്നുമില്ല. അപ്പൊ നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല. നമുക്കെന്താണ് അവകാശപ്പെടാനുള്ളത്? അപ്പൊ ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈസ്റ്റേൺ പ്രയർ, കുറിയ ലൈസോൻ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. കർത്താവേ എന്നോട് കരുണ ചെയ്യണം. അപ്പൊ ഇവിടെയാണ് ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ. ഇപ്പം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഒരു വാക്കുണ്ട്, വെളിപ്പാട് പുസ്തകം 3 ലവോദിക്ക സഭ പറയുന്നു, ഞാൻ സമ്പന്നൻ ധനവാൻ ഒന്നിനും കുറവില്ല എന്ന് പറയുകയാണ്. അതേസമയം അവൻ നിർഭാഗ്യവാനും അരിഷ്ടനും കുരുടനും നഗ്നനും ദരിദ്രനുമാണെന്ന് അവന്റെ കുറവുകൾ എണ്ണി എണ്ണി പറയുന്നു. അപ്പൊ ഇതാണ് സ്പിരിച്വൽ ബാങ്ക്രപ്സി. ബാങ്ക്രപ്സി എന്ന വാക്ക് നമുക്കറിയാം. ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ പാപ്പരത്വം, പാപ്പരാകുക, പാപ്പർ ഹർജി കൊടുക്കുക. അപ്പൊ ഒരു സ്പിരിച്വൽ ബാങ്ക്രപ്സി, ആത്മീകമായി ബാങ്ക്രപ്റ്റഡ് ആയിപ്പോയി. നോ ക്ലെയിംസ്, ഒരവകാശവാദവുമില്ല. ഇതിനകത്ത് തെറ്റായിട്ട് നമ്മുടെ ഈ ലൈവ് കാണുന്ന നെപ്പോളിയൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ സഹോദരൻ ഇന്നലെ ഒരു കമന്റ് എഴുതി. ചില ആളുകൾ പറയുമെന്ന്, ഞാൻ പാപിയാണേ, പൂഴിയാണേ, ഏഴയാണേ, പുഴുവാണേ. അപ്പൊ അതാണോ ആത്മാവിൽ ദാരിദ്ര്യം? അതല്ല, അത് ഒരു കാപട്യമാണ്. കാരണം നമ്മൾ പല ആളുകൾ ഇങ്ങനെ പറയും, ഞാൻ അതില്ല, എനിക്കൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് അവർക്ക് തന്നെ അറിയാം, അവരുള്ളിൽ ചിരിക്കും. ഹൃദയത്തിലാണ് താഴ്മ, പുറമേ ഉള്ള പോസ്ചറൊന്നുമല്ല. കർത്താവ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, നിന്റെ താഴ്മയെ കാണാൻ. അല്ലാതെ നിന്റെ ഇട്ടിരിക്കുന്ന ഷർട്ട്, ചില ആളുകൾ താഴ്മ കാണിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഒരു അഹങ്കാരിയാണ് കേട്ടോ. കാരണം ആളുടെ ഉടുപ്പ് നോക്കി അല്ലെങ്കിൽ കുണുക്ക് നോക്കിയൊക്കെയാണ് നമ്മൾ അഹങ്കാരം ഉണ്ടോ നോക്കുന്നത്. ഹൃദയത്തിലാണ് താഴ്മ. ചില ആളുകൾ ഭയങ്കര താഴ്മ കാണിക്കും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, കുറെ കൂടെയൊക്കെ താഴ്മ കാണിക്കണം. നമ്മളെപ്പോൾ താഴ്മ കാണിക്കാൻ നമ്മൾ ആരംഭിക്കുന്നോ ആ സമയത്ത് നമ്മൾ ലോകത്തിലെ 1 നമ്പർ അഹങ്കാരിയായി. കാപട്യമാണ്. നമ്മളിതൊന്നും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി, ഏറ്റവും വലിയ ആത്മീയത. നീയായിട്ട് നിൽക്കുന്നതാണ് ആത്മീയത. ഒന്നിനായിട്ടും പരിശ്രമിക്കാതിരിക്കുക, ഒന്നും ആയിത്തീരാൻ ശ്രമിക്കാതിരിക്കുക, വെച്ച് കെട്ടാതിരിക്കുക. ഇപ്പം അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അക്രമം പ്രാക്ടീസ് ചെയ്യുന്ന അക്രമകാരികളായ ആളുകളോട് പറയാണ്, നിങ്ങൾ ഇന്ന് തൊട്ട് അക്രമം അവസാനിപ്പിക്കുക. അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്? അക്രമം അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ലൈംഗിക ദുരാസക്തിയിൽ പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് പറയാണ്, നീ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക. അപ്പൊ ഇയാളുടെ ഒരു പ്രോബ്ലമാണ്, ഇയാൾക്ക് ലൈംഗിക ദുരാസക്തിയുണ്ട്. ആ ഒരു പ്രശ്നമാണ് അയാൾക്കുള്ളത്. പക്ഷേ അയാൾക്ക് പുതിയ ഒരു നിർദ്ദേശം കിട്ടാണ്, അയാൾ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കണം. അപ്പൊ ആദ്യം അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അയാൾക്ക് 2 പ്രശ്നമാണ്. ആദ്യത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെട്ടത്, പക്ഷെ ഇപ്പൊ 2ാമത്തെ പ്രശ്നം വന്നതോടെ ആദ്യത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും അടഞ്ഞു. ഇപ്പൊ രോഗം ഏതാണ്? ഇപ്പൊ രോഗം മറഞ്ഞു. വിശുദ്ധിയുടെ മുഖം മൂടിയ. അപ്പൊ ഈ ആത്മീക ലോകത്തെ രോഗികൾ ട്രീറ്റബിൾ അല്ല, ചികിത്സയ്ക്ക് വിധേയരാകാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം അവരുടെ രോഗം മാറ്റി വേറെണ്ണം എടുത്തു വെച്ചു. ഒരുപാട് ക്ലെയിംസ് ആണ്. അത് ഈ ഓരോ മീറ്റിങ്ങിൽ പോയി കേൾക്കുന്ന അടിസ്ഥാനപരമായിട്ട് ഭയമുള്ള ഒരാളാണ്. ഭയങ്കര പേടിയുള്ള ഒരാള് അയാളോട് പറഞ്ഞു കൊടുക്കാണ്, നമ്മൾ ഒരിക്കലും പേടിക്കരുത്, കർത്താവിന്റെ ബലമാണ്, കർത്താവിന്റെ ധൈര്യമാണ്. കുറച്ച് വാക്യങ്ങൾ. അപ്പൊ ഈ വാക്യങ്ങൾ ഉരുവിടുക, അത് ക്ലെയിം ചെയ്യുക,
എന്നിട്ട് ഞാൻ ക്രിസ്തുവിൽ ശക്തനാണ്, ഞാൻ ക്രിസ്തുവിൽ അതാണ്, ഞാൻ ക്രിസ്തുവിൽ ഇതാണ്. ഓക്കെ. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു മുഖംമൂടിയാണ്. പക്ഷെ ആക്ച്വലി ഇയാൾക്ക് ഇപ്പോഴും പേടിയുണ്ട്. പക്ഷെ ഇയാൾ പ്രസന്റ് ചെയ്യുന്ന ആരാണ്? ഇയാൾ ക്രിസ്തുവിൻ്റെ ധീര പടയാളിയാണെന്നും അഭിഷിക്തനാണെന്നും ഒന്നിനെയും ഭയപ്പെടുകയില്ലെന്നും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാനൊന്നും ഭയപ്പെടുകയില്ലെന്നും ഇതൊക്കെ പറഞ്ഞ് ഒരു വ്യാജമായ ഒരു പരിവേഷം ഉണ്ടാക്കുകയാണ്. അപ്പം അതിൽ ഏറ്റവും എളുപ്പം, സിമ്പിൾ, എനിക്ക് പേടിയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക. മറ്റേതെങ്ങനെയാണ്? ആത്മാവിൽ ദരിദ്രമല്ല. ഒരു പാരഡോക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈരുദ്ധ്യമാണ്. ഞാനത് പാരഡോക്സ് വായിക്കാം. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. വെളിപ്പാട് 3:17. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. കണ്ടോ? ഒന്ന്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്ത് ചെയ്യാണ്? നീ നിർഭാഗ്യനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. 5 കുഴപ്പമാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ്, ക്ലെയിമിങ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഒരു സങ്കീർത്തനമാണ്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് ഇവൻ പറയാണ് എനിക്ക് മുട്ടില്ല. വ്യത്യാസമുണ്ട്. ദാവീദ് പറഞ്ഞ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടില്ല. ഇവൻ പറഞ്ഞു ഞാൻ ധനവാനാണ്, എനിക്ക് മുട്ടില്ല. അപ്പൊ എനിക്ക് മുട്ടില്ല. ഇപ്പൊ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലെയിം ചെയ്യുക, നമ്മളിങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ഇപ്പൊ നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം മറയ്ക്കുക. അതെല്ലാ വിഭാഗത്തിലും അതാണ്. വിശുദ്ധന്മാർ സ്വയം നമ്മൾ വിശുദ്ധന്മാരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പം നമ്മൾ ആ വിശുദ്ധിക്ക് വേണ്ട പരിവേഷങ്ങൾ എല്ലാം ധരിക്കണം. അതിനൊരു വെള്ള ജുബായോ കുറച്ച് വെളിച്ചെണ്ണ തലയിൽ വെക്കുക, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു വിശുദ്ധി. പക്ഷെ ഒരിക്കലും ഈ ഒരു തുടം വെളിച്ചെണ്ണയ്ക്കോ 2 മീറ്റർ വെള്ളത്തുണിക്കോ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രോബ്ലത്തിലല്ല നിൽക്കുന്നത്. അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ്. അതൊരിക്കലും സ്റ്റോപ്പ് ആകത്തില്ല. അപ്പം അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് കുറിയലൈസോൻ. കർത്താവേ കരുണ ചെയ്യണമേ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. അപ്പം നമുക്കൊരിക്കലും നമ്മൾക്ക് താഴ്മയുണ്ടെന്ന്, ഇനിയിപ്പോൾ താഴ്മയുടെ ആരുമെന്നാണ്, എനിക്ക് താഴ്മയുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഫീൽ ചെയ്യാണ് എനിക്ക് താഴ്മയുണ്ട്, ഞാൻ താഴ്മ ഉള്ള ഒരാളാണ്. അത് ഫീൽ ചെയ്യുന്ന നിമിഷം നമ്മുടെ താഴ്മ പോയി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അത് റിപ്പയർ ചെയ്യണം. കാരണം നമുക്ക് താഴ്മയില്ലെന്നുള്ളതാണ്. അപ്പം നമുക്ക് എപ്പോൾ താഴ്മയുണ്ടെന്ന് തോന്നുന്നുവോ, എപ്പോൾ നമുക്ക് താഴ്മയുണ്ടെന്ന് നമ്മൾ പറയുന്നുവോ, അപ്പോൾ നമുക്ക് ആ താഴ്മയില്ല. എപ്പോൾ നമ്മളുണ്ടെന്ന് നമുക്ക് തോന്നുന്നുവോ, അപ്പോൾ കുഴഞ്ഞു. ഇതാണ് സ്പിരിറ്റ്. യേശു പറഞ്ഞ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് നമ്മളുണ്ടെന്ന് തോന്നുന്നത്? എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് അയച്ചായിരുന്നു, മോശം ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, മോശം ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന്
നമ്മുടെ ജോയ്സ് മേയർ എഴുതിയൊരു ബുക്ക് ഉണ്ട്, ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ്. ആ ബുക്കിൻ്റെ ഒരു PDF കോപ്പി അയച്ചു കൊടുത്തു. PDF കോപ്പി. അപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ, അത് ഹെൽപ്ഫുള്ളാണ്. അദ്ദേഹം അയച്ചു. ആക്ച്വലി അത് ജോയ്സ് മേയറിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ തൽക്കാലം ആ ഒരു ബുക്ക് അയച്ചു കൊടുത്താണ്. ഇവർ ലോകം എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു മനസ്സുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ ആ പ്രശ്നത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നില്ല. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലവും നമ്മൾ രക്ഷപ്പെടുന്നില്ല. നമുക്ക് പ്രോബ്ലം ഇല്ല, നമുക്ക് മനസ്സില്ല, പിന്നെ നമ്മളുമില്ല. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇതിനാണ് അവർ പ്രാർത്ഥിച്ചത്, മരുഭൂമിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചതും. ഒത്തിരി പേരോട് ചോദിക്കും, ഇത്രയും വർഷം എന്തായി പ്രാർത്ഥിച്ചത്? ക്രിസ്ത്യൻ അസറ്റിസം അവരെന്താണ് പ്രാർത്ഥിച്ചത്? ഡെസേർട്ട് ഫാദേഴ്സ് എന്താണ് പ്രാർത്ഥിച്ചത്? അത് അപ്പോസ്തലനായ പൗലോസ് അറ്റൈൻ ചെയ്തു. പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, ഒന്ന് മാത്രം ഞാൻ ചെയ്യുന്നു. പൗലോസ് പറയും, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആസ് ലോങ് ആസ് യു എക്സിസ്റ്റ്, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ നമ്മളെ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ എവിടെ ഒന്നും കിട്ടുന്നില്ല. പൗലോസ് പറയാണ്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ എല്ലാം നമ്മളിൽ ഓറിയന്റഡ് ആണ്. ഞാൻ എനിക്കുള്ളത് ക്രിസ്തുവിലേക്ക് നോക്കുക. ക്രിസ്തുവിന് താഴ്മയാണ്. അവന്റെ പുൽക്കൂട്ടിലേക്ക് നോക്കുക. ഇപ്പോഴത്തെ പുൽക്കൂട്ടിലോട്ടൊന്ന് നോക്കിയാൽ ഭയങ്കര പോഷാണ്. നമ്മൾ ക്രിസ്തുമസ് സമയത്ത് കാണുന്ന പുൽക്കൂടുകളൊക്കെ വളരെ 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 സമ്പന്നമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ പുൽക്കൂട് അങ്ങനെയല്ലല്ലോ. എൻ്റെ ലൈഫിലേക്ക് നോക്കുക, കുരിശിലേക്ക് നോക്കുക, താഴ്മയാണ്, ഒന്നും പിടിച്ചെടുക്കുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും പിടിച്ചെടുക്കാം. നമ്മളെ ഇനി നാളെ മുതൽ ഇച്ചിരി താഴ്മയുള്ള ഒരാളാണ്. ഇന്നാണെങ്കിൽ ആ ശിവപാഷന്റെ പ്രസംഗം കേട്ടു, ഒരു തൂത് പോലെ അങ്ങേറ്റെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പ്രശ്നം, ഈ സ്പിരിച്വാലിറ്റി മുഴുവൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ആകാൻ ശ്രമിക്കുക, നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്യുന്നിടത്താണ് നമ്മൾ സ്പിരിച്വൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അപ്പം ആകാനുള്ള ശ്രമവും ആക്കാനുള്ള ശ്രമവും സ്റ്റോപ്പ് ചെയ്യും. ആഭരണങ്ങളും ചമയങ്ങളും എല്ലാം ഊരി വെക്കുമ്പോൾ അവിടെയാണ് സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴ്മ എന്ന് പറയുമ്പം ആ റിയാലിറ്റിയെ നമ്മൾ ധരിക്കുകയാണ്. ആബ്സെൻസ് ഓഫ് സെൽഫാണ്. നമുക്ക് പിന്നെ നമ്മളില്ല. നമ്മുടെ ആബ്സെൻസ്, സെൽഫ് നിൽക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് നമ്മൾ യോഗ്യരല്ല. സെൽഫ് നിൽക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് നമ്മൾ യോഗ്യരല്ല. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ചുകൊണ്ട് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഇതിന്റെ അർത്ഥം ഈ ജീവനെ കളയാന്ന് പറഞ്ഞാൽ പോയി ചാകുക എന്നോ കൊല്ലപ്പെടുക രക്തസാക്ഷിയാകുക എന്നൊന്നും അല്ല. ഇത് എല്ലാവരും അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ നിങ്ങളെ പറ്റിയുള്ള ചിന്ത അവസാനിപ്പിക്കുന്നതാണ്.
സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന അവസാനിപ്പിക്കുക. അതെന്ത് വിഷയമാണ്? നിങ്ങളുടെ വിശുദ്ധിയെ സംബന്ധിച്ചോ, നിങ്ങളുടെ ആത്മീയത്തെ സംബന്ധിച്ചോ, നിങ്ങളുടെ താഴ്മയെ സംബന്ധിച്ചോ, സ്റ്റോപ്പ് തിങ്കിങ്. അതാ ക്രൂശ്. കർത്താവ് പറഞ്ഞ ഹൈ ഫിലോസഫിയാണ്. അത് നമുക്ക് പലപ്പോഴും മനസ്സിലായില്ല. നമ്മളപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് തിങ്കിങ്. താഴ്മ എന്നല്ലതാണ്. ഒരു ശൂന്യതയിലേക്ക് പോവാണ്. അത് പോയി. അതാണ് ക്രൂശ്. പിന്നെ ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയാകും. ഭാവങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു. പൗലോസ് അപ്പോസ്തലൻ യാത്ര തുടങ്ങിയപ്പം വളരെ നല്ലൊരു പ്രൊഫൈലും ഒക്കെ ആയിട്ട് മിനിസ്ട്രിക്ക് ഇറങ്ങിയതാണ്. വളരെ നല്ലൊരു പ്രൊഫൈൽ. പുള്ളി പറയുന്നത്, ഞാൻ എബ്രായരിൽ ജനിച്ച എബ്രായനാണ്. അടിപൊളിയാണ്. കാരണം പ്രൊസലൈറ്റ് ചെയ്ത് വന്നതൊന്നുമല്ല, കുടുംബത്ത് പറഞ്ഞതാണ്. അപ്പം ഞാൻ എബ്രായരിൽ ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണത്തിലുള്ള തീഷ്ണ നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, ഗമാലിയേലിന്റെ കാൽക്കീഴിൽ നിന്ന് പഠിച്ചവൻ, റോമാ പൗരത്വം ജന്മനാ സിദ്ധിച്ചവൻ. ക്രെഡൻഷ്യൽസ് ഓഫ് പോൾ. അപ്പോൾ ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെ? പത്രോസ്, അന്ത്രയോസ്, അല്ലെങ്കിൽ യാക്കോബ്, യോഹന്നാൻ, മത്തായി, 11 പേര് അവിടെ ഉണ്ട്. ഈ 11 പേരില് മത്തിയാസിനെ കൂടെ 12 ഉണ്ട്. ഈ 12 പേരിൽ ഇച്ചിരി ടോപ്പായിട്ട് നിൽക്കുന്നത് മത്തായിയാണ്. ചുങ്കപ്പിരിവായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മുക്കുവന്മാരും. ഇപ്പൊ പൗലോസ് അവരെക്കാളൊക്കെ ഫാർ 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 ബെറ്റർ ആണ്. ഭയങ്കര ഉയർച്ച നിൽക്കുന്ന ആളാണ്. പുള്ളി പറഞ്ഞ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടതാ. ഞാൻ എബ്രാഹിം തിരിച്ച് എബ്രാഹിം, ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണത്തിലുള്ള തീഷ്ണ നിമിത്ത സഭയെ ഉപദ്രവിച്ചവൻ, ഗമാലിയേലിന്റെ കാൽക്കീഴിൽ പഠിച്ചവൻ, ജന്മനാ റോമാ പൗരത്വം സിദ്ധിച്ചിട്ടുള്ളവൻ. ഇത്രയും യോഗ്യതയുള്ള ഒരൊറ്റ അപ്പോസ്തലനില്ല. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല. ഇച്ചിരി മുന്നോട്ടിങ്ങനെ പോയപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായ എനിക്കും. കുറെ കൂടെ പോയി ക്രിസ്തുവിനോട് ചേർന്ന് കുറെ കൂടെ നടന്നപ്പം പൗലോസ് പിന്നെ എഴുതി, ഞാൻ ക്രിസ്തുവിന്റെ സഭയെ ഒരിക്കൽ ഉപദ്രവിച്ചവനായതുകൊണ്ട് അപ്പോസ്തലൻ എന്ന വിളിപ്പേരിന് പോലും ഞാൻ യോഗ്യനല്ല. പോയി. പിന്നെ മുന്നോട്ട് പോവാണ്. പിന്നെ പോയിട്ട് പറയാണ്, അകാലപ്രജ പോലെയുള്ള ഒരു ഐ ആം ആൻ അൺടൈംലി ബോൺ അപ്പോസ്റ്റൽ. ഞാനൊരു പ്രോപ്പർ അപ്പോസ്റ്റലിനെ അല്ല. ഐ ആം ആൻ അൺടൈംലി ബോൺ അപ്പോസ്റ്റൽ. പിന്നെയും പോയി. സമ്പത്തുകളൊന്നുമില്ല, ആരോഗ്യം കുറഞ്ഞു, സഹോദരന്മാർ, കള്ള സഹോദരന്മാർ തന്റെ വസ്തുക്കളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി തന്നെ ഉപദ്രവിച്ചു, ഒറ്റിക്കൊടുത്തു, നഗ്നത അനുഭവിച്ചു. അവസാനം തണുപ്പ് കാലമായി, ഒരു പുതപ്പുമില്ല. ഇപ്പൊ തന്നെ കുറിച്ചുള്ള ആകുലതകളെല്ലാം മാറി, തന്റെ ഈഗോ എല്ലാം പോയി. ഇപ്പം ഒരു പുതപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തയച്ചു തിമോത്തിയോസിന്, നീ വരുമ്പോ എന്റെ പുതപ്പും കൂടെ കൊണ്ടുവരണം, കാരണം ഇവിടെ തണുപ്പ് കാലം. എന്നിട്ട് ലെറ്റർ ക്ലോസ് ചെയ്യാൻ പറയാണ്, ശീതകാലത്തിന് മുമ്പേ വരുവാൻ ഉത്സാഹിക്കണം, കാരണം പഴയ കാല് വേദന, വാതരോഗമൊക്കെ കലശലായിട്ടുണ്ട്. ഇവിടെ പുതപ്പില്ല, സമ്മറിലാണ് കത്തയക്കുന്നത്. നിങ്ങൾ തിമോത്തിയോസ് എഴുതിയ ലേഖനം വായിച്ചു നോക്കണം. എന്നതാണ്, ഞാൻ ത്രോവാസിൽ കർപ്പൂസിന്റെ അടുക്കൽ മറന്നു വെച്ച എന്റെ പുതപ്പ് നീ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മെസ്സേജ് ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ശീതകാലത്തിന് മുമ്പേ വരുവാൻ ഉത്സാഹിക്കുക, കാരണം തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പുതപ്പില്ല. ആ ശീതകാലത്ത് വരുന്നതിന് മുമ്പ് തിമോത്തിയോസ് ചെന്നില്ല. പക്ഷേ ആ ശീതകാലത്തിന് മുമ്പ് പൗലോസ് കൊല്ലപ്പെട്ടു.
കർത്താവ് പൗലൂസിനെ ചേർത്തു. തണുപ്പ് വരുന്നതിന് മുമ്പ് തിമോത്തിയോസ് പൊതുപ്പുമായിട്ട് വന്നില്ലെങ്കിലും കർത്താവ് വന്നും പൗലൂസിനെ ചേർത്തു. അപ്പം അത്രയും പരിമിതമായ ആവശ്യങ്ങളിലേക്ക് വന്നു. എന്നിട്ട് ആ കത്തിൽ തന്നെ പൗലൂസ് എഴുതുകയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. ഐ ആം ദ ഗ്രേറ്റസ്റ്റ് സിന്നർ ഇൻ ദ വേൾഡ്. അപ്പൊ ഈ റെവലേഷൻ പ്രോഗ്രസീവ് ആണ്, മുന്നോട്ട് പോവാണ്. നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്താണ് ഉന്നത പദവിയിലേറിയത ഇന്നിപ്പോൾ പട്ടക്കാരൻ. പക്ഷെ അങ്ങനെ പാടി കഴിയുമ്പോൾ ഏറ്റവും അവസാനം പട്ടക്കാരൻ പറയേണ്ടതാണ്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസന്. ഞാൻ ഒരിക്കലും ഇതിനെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് ആ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് റെവലേഷനാണ്. ആ അൾട്ടിമേറ്റ് റെവലേഷനാണ് പറയുന്നത് കുറിയലൈസോൻ. നമുക്ക് നമ്മുടെ പുകഴുവാനൊന്നുമില്ല. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഒരു വകയുമില്ല. ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഐ ആം വെരി മച്ച് സോറി പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശത്തിലെ മായം മനസ്സിലാക്കേണ്ടത്. അവർ വന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ശരിയല്ല, നിങ്ങളുടെ ആരാധന ശരിയല്ല, നിങ്ങളുടെ പള്ളി ശരിയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ ഞങ്ങളോട് ചേരണം, വേർപാട് സൂക്ഷിക്കണം, വിശുദ്ധി സൂക്ഷിക്കണം. നിങ്ങൾ വേർപാട് സൂക്ഷിക്കാനോ വിശുദ്ധി സൂക്ഷിക്കാനോ തുനിയുന്ന നിമിഷം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. എനിക്കൊരു വേർപാടുമില്ല. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന സ്വർഗീയ കുമാരനായിരുന്ന സകലത്തിന്റെയും കാരണഭൂതനായിരുന്ന ആദിയിൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വചനമായ അവതരിച്ച വചനമായ ക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെയും സ്നേഹിതനായിരുന്നു. അവൻ അവരോടുകൂടി സഹവസിച്ചത്. ഒരു വേർപാടും ഒരു വിശുദ്ധിയില്ല. നമുക്ക് എവിടെയോ വേർപാട്. നമ്മൾ എപ്പോൾ വേർപാട് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നോ അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി. ഞാനൊക്കെ സ്നാനപ്പെട്ട് യാക്കോബായ സഭയിൽ നിന്ന് മാറി. ഞങ്ങളൊക്കെ ഒത്തിരി പേര് മാറിയായിരുന്നു. അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ അവിടെ ഒരുപാട് സ്കൂൾ അധ്യാപകർ, ബാങ്ക് ജോലിക്കാരൊക്കെ മാറി. പണ്ടാട് പള്ളിയിൽ നിന്നൊക്കെ മാറിയതിൻ്റെ ഒരു പ്രധാന കാരണം ഞങ്ങളൊക്കെ തമ്മിൽ കൂടി സംസാരിക്കുമ്പം ഞാനത് വളരെ വളരെ യങ്ങാണ്. അപ്പം മുതിർന്ന ആളുകളൊക്കെ ഇപ്പം അവരൊക്കെ പറയുന്ന കേൾക്കുന്ന, അപ്പം അവർ പറയുന്ന ഇതാണ്, ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരൊക്കെ കള്ളുകുടിയന്മാരും ആഭാസന്മാരും ഒക്കെയാണ് അവിടെ പള്ളിയിരിക്കുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് കള്ളുകുടിയന്മാരുടെ ആഭാസന്മാരുടെ ഒക്കെ ഇടയിൽ പോയി നിൽക്കാൻ എൻ്റെ ഹൃദയം തുടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് റിയാലിറ്റി. എനിക്ക് വിശുദ്ധന്മാരുടെ ഇടയിൽ ഇരിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം ഞാൻ 26 കൊല്ലം വിശുദ്ധന്മാരുടെ ഇടയിലിരുന്നു. അത് മുഴുവൻ മുഹമ്മൂടികളായിരുന്നു, ഒന്നും റിയൽ അല്ലായിരുന്നു, ഒന്നും റിയൽ അല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, അവര് മദ്യപിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ താച്ച്. പക്ഷെ ഇത് മുഹമ്മൂടിയ.
2 പ്രോബ്ലമായിട്ട് നടക്കുന്നവരാ. ഒരു രോഗമല്ല, 2 രോഗം. മറ്റേടത്ത് ഒരു രോഗമേ ഉള്ളൂ. അപ്പോൾ ഒരു രോഗമുള്ളവരുടെ ഇടയിൽ നിൽക്കുന്നതാണ് നല്ലത്, 2 രോഗമുള്ളവരുടെ ഇടയിൽ നിൽക്കരുത്. അപ്പം അങ്ങനെ നമുക്കൊരിക്കലും, അപ്പം ഇതാണ് നമ്മുടെ ഇത്. നമുക്ക് ക്ലെയിംസ് ആരംഭിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ വിശുദ്ധിയും വേർപാട് കാത്തു സൂക്ഷിക്കുന്നു, ഞാൻ വേർപാട് കാത്തു സൂക്ഷിക്കുന്നു, ഞാൻ വേർപെട്ടിരിക്കുന്നു. സോ വി ഹാവ് സോ മെനി ക്ലെയിംസ്. കർത്താവ് ദൂരെ നിന്ന് നോക്കും. നോട്ട് ട്രീറ്റബിൾ, നോട്ട് ട്രീറ്റബിൾ, ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കർത്താവിന് പോലും എടുക്കാൻ മേലാത്ത ഒരു വിശുദ്ധി, ഒരു വേർപാട്. അപ്പം നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് പോലും റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. നമ്മൾ സ്വയം ക്ലെയിം ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഒരു ക്ലെയിമും ഇല്ല. നമ്മുടെ വിശുദ്ധിയുടെ സോഴ്സ് ക്രിസ്തുവാണ്. ഹോളിനെസ് ഈസ് ക്രൈസ്റ്റ് ഇൻ മീ. ക്രിസ്തു എന്നിൽ വസിക്കുന്നതാണ് ഹോളിനെസ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയാണ്. അപ്പൊ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ആ ഹോളിനെസ് എന്ന് പറയുമ്പം അത് 100% ഹോളിനെസ്സാണ്. ഒന്നും അറ്റൈൻ ചെയ്യാനില്ല, ഒന്നും പ്രൂവ് ചെയ്യാനില്ല, ഒന്നിനു വേണ്ടി പെർസ്യൂ ചെയ്യുന്നില്ല, ഒന്നും തെളിയിക്കുന്നില്ല, ഒന്നും അവകാശപ്പെടുന്നില്ല, ഒന്നിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. കാരണം ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. മറ്റേ നമ്മൾക്ക് ഒരുപാട് അവകാശവാദങ്ങൾ. അപ്പം നമ്മുടെ റൈറ്റിയസ്നെസ്, നമ്മുടെ നീതി ക്രിസ്തുവാണ്. ക്രിസ്തു, അവിടെയാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിലാണ്. ഐ ബിലോങ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. മറ്റേതെല്ലാം റോങ് ആണ്. ഒരുപാട് സ്വയമായിട്ടുള്ള അവകാശവാദങ്ങളാണ്. എവിടം വരെ പോകും? എവിടം വരെ എത്തും? ആത്മീയ ജീവിതം ആരംഭിച്ചിങ്ങനെ നമ്മൾ ആ റോങ് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ആ റോങ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറേ സഞ്ചരിച്ചതാണ്. ഒരു ചെറിയ കൊതുമ്പ് വെള്ളവുമായിട്ട് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യുന്ന പോലെ ഒരു സാഹസിക യാത്രയാണ്. മനസ്സിലായില്ലേ? ഇത്രയുള്ളൊരു ചെറിയ തുഴയം വെച്ചുള്ള ഒരു ചെറിയ വെള്ളത്തിൽ നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യൻ ക്രോസ് ചെയ്യാൻ നോക്കുകയാണ്. അതാണ് പെന്റക്കോസ്റ്റൽ സ്പിരിച്വാലിറ്റി. നമ്മുടെ ഈസ്റ്റേൺ തിയോളജി നമുക്ക് കിടക്കുന്നത് സൗണ്ട് ഡോക്ട്രിൻ. ഇപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, ലെറ്റ് us sing Kyrie eleison, Lord have mercy upon me. That's it. അല്ലാതെ നമുക്കൊന്നും വേറൊന്നും പുകഴുവാനില്ല. ഇതാണ് കർത്താവ് പറഞ്ഞ ആത്മാവിൽ, ഇതാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആ ദാരിദ്ര്യം തിരിച്ചറിയുന്നവർ. ദാരിദ്ര്യം എന്ന് കഴിഞ്ഞാൽ ബാങ്ക്രപ്റ്റഡ് ആയിപ്പോയി, സ്പിരിച്വലി ബാങ്ക്രപ്റ്റഡ്. സമ്മതിക്കോ? ബാങ്ക്രപ്സി അറിയാമല്ലോ, പാപ്പരത്വം, പാപ്പരായിപ്പോയി. ബാങ്ക് അക്കൗണ്ടിൽ എന്നാ ഉണ്ട്? ഒന്നുമില്ല. സ്പിരിച്വലി പറയുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ എന്തുണ്ട്? തിരിഞ്ഞു നോക്കിക്കോ, ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. നമ്മളവിടെ നമ്മളത് ചെയ്തു, നമ്മളിത് ചെയ്തു, നമ്മൾ പിന്നെ രക്ഷിക്കപ്പെട്ടു, പിന്നെ നമ്മൾ സ്നാനപ്പെട്ടു, പിന്നെ നമ്മൾ പലതും നഷ്ടപ്പെടുത്തി, പിന്നെ നമ്മളെ ഒരാൾ കല്യാണം വിളിച്ചില്ല, പിന്നെ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചു, ഒരുപാട് കാര്യം. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ട്, നമുക്ക് തന്നെ ഒരു മതിപ്പുണ്ട്, നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു മതിപ്പുണ്ട്.
നമ്മുടെ ആ കഴിഞ്ഞ നാളുകളിലെ ആത്മീക ജീവിതവും ആത്മീക യാത്രയും ആത്മീക മുന്നേറ്റവും എല്ലാം കൂടെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി ഒരു ഭയങ്കര മതിപ്പുണ്ട്, ഇല്ലേ? ഒരു മതിപ്പുണ്ടോ? നിങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു മതിപ്പുണ്ടോ? കർത്താവ് എന്നെ കണ്ടാൽ ഒരു സ്റ്റൂൾ നീക്കിയിട്ട് തരും എന്നുള്ള ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ധാരണ, നമുക്ക് നമ്മളെ പറ്റിയുള്ളൊരു മതിപ്പ്. കർത്താവിന് ഡീല് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പ്രസംഗം തുടങ്ങുകയാണ്. ആദ്യത്തെ പ്രബോധനം അതാണ്, പ്രസംഗം ആരംഭിക്കുന്ന ഇതാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കർത്താവ് വേറെ ആരുമായിട്ടൊന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശവാദങ്ങളുണ്ടോ, എന്തെങ്കിലും സമ്പത്തുണ്ടോ? അപ്പോൾ ഒന്നുമില്ല. ഞാനോ കുറയണം, അവനോ വളരണം. ഞാനോ കുറയണം, അവനോ വളരണം. യോഹന്നാൻ സ്നാപകന്റെ ഒരു വാക്കാണ്. യോഹന്നാൻ സ്നാപകൻ അത് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. യോഹന്നാൻ സ്നാപകന്റെ മീറ്റിങ്ങിൽ പഴയ പോലെ ആളില്ല, സ്നാനപ്പെടാൻ ആളില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന സ്നാനം രാത്രി വരെ നീളും. യോർദാന്റെ ഇരുകരയും ആള് സ്നാനപ്പെടുത്തിന് ഭയങ്കര. ഇപ്പൊ യേശുവിന്റെ മിനിസ്ട്രി തുടങ്ങി, അത്ഭുതങ്ങളും അടയാളങ്ങളും, രോഗികൾ സൗഖ്യമാകുകയും മരിച്ചവർ ഉയർക്കുകയും. യോഹന്നാൻ ശരിക്കും കുറഞ്ഞു. കാരാഗൃഹത്തിൽ ഇരുട്ടിൽ വിസിറ്റേഴ്സിൽ ആരുമില്ല. അപ്പം അപൂർവമായി വന്ന 2 ശിഷ്യന്മാരെ പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വിട്ടു. വരുവാനുള്ളത് നീ തന്നെയാണോ? അതോ ഞാൻ മറ്റൊരുവന് വേണ്ടി നീ കാത്തിരിക്കണോ? അപ്പൊ അതാണ് നമ്മളെ ആക്ച്വലി യോഹന്നാൻ കുറയണമെന്ന് പറഞ്ഞെങ്കിലും കുറഞ്ഞപ്പോൾ അവിടെ അസ്വസ്ഥത വരിക. അതുകൊണ്ട് നമ്മള് കുറയുവാനല്ല, ഇല്ലാതെയാകുവാൻ. അതാണ് പൗലൂസ് പറഞ്ഞത്. ഇനി ഞാൻ കുറഞ്ഞു എന്നല്ല, ഇനി ഞാൻ ഇല്ല, ഇനി ഞാൻ അല്ല. എവിടുന്നാ പോകുന്നത്? എബ്രായർ ജനിച്ച് എബ്രാഹിം ബെന്യാമീൻ ഗോത്രക്കാരൻ എന്ന് തുടങ്ങി പൗലൂസിന്റെ അവകാശവാദങ്ങൾ ചുരുങ്ങി ഏറ്റവും അവസാനം താനൊരു പാപിയാണെന്നുള്ള, ആ പാപികളിൽ പ്രധാനിയാണെന്നുള്ള, ചീഫ് അമംഗ് ഓൾ സിന്നേഴ്സ് എന്നുള്ള അവിടവും കഴിഞ്ഞിട്ട് പറയുകയാണ് ഇനി ഞാൻ ഇല്ല. പിന്നെ തീർന്നല്ലോ, പാപി എന്നുള്ള ടൈറ്റിൽ പോലും നോ ടൈറ്റ്. അപ്പൊ എന്താണ് നമ്മുടെ ആ സെൽഫ് അവയർനെസ്? നമ്മളില്ല, നമ്മുടെ പാപമില്ല, നമ്മുടെ ചിന്താകുലങ്ങളില്ല, നമ്മുടെ ഭൂതകാലമില്ല, നമ്മുടെ ഭാവി കാലമില്ല. ദാറ്റ്സ് ഇറ്റ്. ക്രൈസ്റ്റ് അലോൺ. അപ്പൊ ക്രൈസ്റ്റ് കോൺഷ്യസിൽ ജീവിക്കുകയാണ്, ക്രിസ്തു ബോധത്തിലാണ് ജീവിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മളില്ല. പിന്നെ എങ്ങനെ ചിന്തയെ പറ്റി ഉണ്ടോ? മനസ്സിന്റെ പോർക്കളത്തെ പറ്റി നമ്മൾ ബോധറാവേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും ഇല്ല, നിങ്ങളുടെ പ്രശ്നവും ഇല്ല. ഉണ്ടോ? നിങ്ങളുണ്ടോ? അപ്പൊ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രശ്നം എക്സിസ്റ്റ് ചെയ്യുന്നു. നിങ്ങളില്ല, നിങ്ങളുടെ പ്രശ്നമില്ല. ക്രിസ്തുവിൽ, അതാണ് അവരുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. പൗലോസ് എഴുതുകയാണ് കൊലാസ്യ ലേഖനത്തിൽ. നമ്മളിതെല്ലാം വായിക്കാൻ നമുക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കൊലാസ്യ ലേഖനം 3 പൗലോസ് എഴുതി പിടിപ്പിച്ചിരിക്കും. നിങ്ങൾ നോക്ക്. മൂന്നാം അധ്യായം, ഈ
കൊലാസ്യലേഖനം 3:3 ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്യമാണ്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ചാൽ മരിച്ചവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ മരിച്ചവർക്കാണോ പൗലൂസ് കത്തയച്ചത്? മരിച്ചവർക്ക് എഴുതിയ കത്താണോ? ഇത് വായിക്കുന്നവരോടാ പറയുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പം അത് ക്രിസ്തുവിൽ മരിച്ചു, അല്ലാതെ അത് ഈ മരിച്ചവർ പോയി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നല്ല. ഇതാണ് മരിച്ചവരുടെ അന്നേരം ഉത്തരം, മരിച്ചവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു അല്ല. ഇത് ആ മരണത്തെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ ആ സെൽഫ് മരിച്ചവർ, ആ സ്വയം മരിച്ചവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാരാണ്? ഈ ആത്മാവിൽ ബാങ്ക്രപ്റ്റ് ആയി പോയവർ, സ്പിരിച്വൽ ബാങ്ക്രപ്സി. അങ്ങനെ അക്കൗണ്ട് പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അവിടെ, ഒരു അക്കൗണ്ട് നമ്പർ പോലും ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാത്തവർ എവിടെ മറയുന്നു? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അവരാണ് ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ ജീവനിൽ വെളിപ്പെടുന്നത്. അതാണ് ഈ താഴ്മ. വളരെ എസെൻഷ്യലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ താഴ്മ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ താഴ്മക്കാരിങ്ങനെ നമ്മൾ തല കൊമ്പിട്ട് നടക്കുന്നതോ, തല വേഴത്തെ പോലെ കുനിക്കുന്നതോ, ചാക്കുടുക്കുന്നതോ, വെള്ളവസ്ത്രം ധരിക്കുന്നതോ അതൊന്നും താഴ്മ. നമ്മുടെ അവബോധം, നമ്മളെക്കുറിച്ചുള്ള ബോധം ഇല്ലാതെയാകുന്നു. ആത്മീയമായിട്ടൊക്കെ ഒന്ന് ഉണരണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ആത്മീയമായിട്ട് കുറെ പുരോഗതി പ്രാപിക്കണം. പഴയ പോലെ പോരാ. ഈ 2019 മാർച്ചായി. ഇനിയിപ്പോൾ ആത്മീയമായി ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തണം, പരിഷ്കാരങ്ങളൊക്കെ വരുത്തണം. വീടിന്റെ അവിടെ ആ 2-3 ഓട് പൊട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറണം. വീടിന് പെയിന്റ് ഒന്ന് അടിക്കണം. വീടിന്റെ തറയൊക്കെ ഒന്ന് മാർബിൾ ഇടണം വീടിന്റെ. അപ്പൊ വീടുണ്ടോ? എനിക്ക് വീടില്ല. ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. അവനൊരു വലിയ രാജാവാണ്, അവനൊരു രാജ്യമുണ്ട് എന്ന് ചിന്തിക്കാം. പിന്നെ അതേക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ്. രാജ്യത്ത് കലാപങ്ങള്, ക്ഷാമം ഉണ്ടാവുമോ, ഡാം പൊട്ടുവോ, മഴ പെയ്യുവോ, ശത്രുക്കൾ ആക്രമിക്കുവോ? ആരാണ് ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഇവന്റെ ഒരു തോന്നലാണ്. നീ ഒരു ഭിക്ഷക്കാരനാണ്, നിനക്ക് രാജ്യമില്ല, യു ആർ നോട്ട് വേണം. നമ്മളോട് ആരോ പറഞ്ഞു നമുക്കൊരു മനസ്സുണ്ട്, നമ്മുടെ മനസ്സാണ്, നമുക്കതാണ്, ഇതാണ് നമ്മുടെ ഭൂതകാലം, നമ്മുടെ ആ പാപങ്ങൾ ഇല്ലേ, നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കല്ലേ. പണ്ട് ചെയ്ത് അതിങ്ങനെ വന്നു. ഇപ്പൊ നിങ്ങളോട് ഇനി ആരാ ഇത് പറഞ്ഞു തരുന്നത്? അതില്ലാന്ന്. തിരിച്ചറിവ് അതാണ്. There is no such kingdom. ഞാനൊരു ബഗറല്ലേ, ഞാനിവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഉത്കണ്ഠ എന്നാ? കിഴക്ക് വശത്തെ അതിർത്തി അത്ര സുരക്ഷിതമല്ല, അതുവഴി ഏത് നിമിഷവും ശത്രു സൈന്യം കടന്നു വരാം. ടെൻഷനാ. വടക്ക് ഭാഗത്ത് ആ പർവ്വതത്തിന്റെ മുകളിൽ ഉരുൾപൊട്ടാം, കൃഷിനാശമുണ്ടാകാം. നിങ്ങളുടെ ടെൻഷൻ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ രാജ്യമില്ല, ഞാനല്ല, നത്തിങ് എക്സിസ്റ്റ്. ക്രിസ്തു മാത്രം. ക്രൈസ്റ്റ് അലോൺ. ക്രൈസ്റ്റ് അലോൺ. ഈ ക്രൈസ്റ്റ് കോൺഷ്യസിലേക്ക് വരുന്നതാണ് സ്പിരിച്വാലിറ്റി. അവിടെ നമ്മുടെ ബോധങ്ങൾ മാറുകയാണ്, സ്വയം അവബോധങ്ങൾ മാറുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്, ആ കുരിശെടുത്തോളാൻ പറഞ്ഞത്. സ്വയം ത്യജിക്കുക, കുരിശെടുക്കുക. നമ്മളില്ല.
നമ്മൾ അതെല്ലാം ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. പിന്നെ നിന്റെ പാപങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക. അതല്ല ഈ ലോകത്തിൻ്റെ വൈദ്യന്മാരുടെ പരിപാടിയാണ്. അവിടെ ക്രിസ്തുവിനെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് പ്രബോധനം തുടങ്ങി അങ്ങനെയാണ്. കർത്താവിൻ്റെ ശിഷ്യൻ പൗലൂസ് പ്രബോധനം അവസാനിപ്പിച്ചു അങ്ങനെയാണ്. സോ നമുക്ക് പറയാം, ഇനി ഞാനല്ല, ക്രിസ്തു അത്രയാകുന്നു, ഇനി ഞാനില്ല. May God bless you. Thank you.